നട്ടപ്പാതിരക്ക് തെണ്ടാൻ പോകുന്ന രണ്ടാൾക്കാർ. ഒന്ന് ഞാനും പിന്നൊന്നാരാ ഞാനും. ഒരു ചായ കുടിച്ചിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. 12:45 അപ്പം ചായ കുടിക്കാന്ന് വിചാരിച്ചു. ഇല്ലട്ടോ, മക്കൾ ഉറങ്ങുക. മക്കളെ കൂട്ടുന്നില്ല, മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതൊന്നല്ല കേട്ടോ, നമ്മളൊരു കമ്പനിക്കാരന് ഇതിലെ പാസ് ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞ് നമുക്കൊക്കെ സൗഹൃദമല്ലേ ബിയിലെ വലുത്. അതുകൊണ്ട് പിന്നെ ഓനെ കാണാം, ഒരു കട്ടൻ ചായയും കുടിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഉറക്കത്തിൽ നിന്നിട്ട് വരിക. ചായ മേടിച്ച ആര് പൈസ കൊടുക്കും? യസിമോള് കൊടുത്തിട്ടില്ലെങ്കിൽ അരുണേട്ടൻ എന്താക്കൂ? അരുണേട്ടൻ എന്താക്കൂ? എന്തായാലും എല്ലാ വീടും പൂട്ടാനായിട്ടുണ്ടാവും. പാത്രം കൈ കൊടുക്കും. അത്രേ ഉണ്ടാവും, അത്ര മാത്രമേ സംഭവിക്കുള്ളൂ. അല്ലാണ്ട് പൈസ ഇല്ലാത്ത ഞാൻ എന്താക്കാനാ? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൈസ ഇല്ല എന്ന് പറയല്ല. ആ സ്കാനർ ഇട്ടിങ്ങാന് എന്തെങ്കിലും തരൂ എന്ന് ചോദിക്കൂ. അങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാരായ ചെയ്യേണ്ടത്. എടാ, പെണ്ണുങ്ങൾ കുറെ ദിവസമായല്ലോ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാണ്ട്. ഇതൊക്കെ കേക്ക് ചത്തുപോയോ ഇനി? യു ഡോണ്ട് നോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ കമന്റ് ഇടുക. ഞാൻ വിളിച്ചു നോക്കണമെന്ന് വിചാരിച്ചിരുന്നു. എന്ത് പറ്റി മോളെ വീഡിയോസ് ഒന്നും ഇടാത്തത് എന്താണെന്ന്? എന്താ പറയാൻ അന്നപ്പേ ഓളിഞ്ഞോട് ചോദിച്ചിട്ട് ശത്രുതയൊക്കെ തീർന്നോ, അങ്ങനെയൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആരോടും ശത്രുത വെക്കുന്നേക്കാട്ടിലും ഒരാളെ സ്നേഹിക്കാൻ നിൽക്കുന്നതാണ് നല്ല. കൊയിലാണ്ടി ചാടിക്കാൻ പോണില്ലേ? അതോനാണോ? ഞാൻ വിചാരിച്ചോണ്ടാണ്. വേണ്ട, ഇവിടെ തന്നെ സൈഡ് ആക്കിക്കോ. ഉണ്ണിയേട്ടന്റെ വീടിന്റെ മുമ്പില് ഓനാടെ സൈഡ് ആക്കിയല്ലോ. എന്റെ പൊന്നാര മക്കളെ, നിങ്ങൾക്ക് ഞാനൊരു കഥ പറഞ്ഞുതരാം. ഈ അടുത്തൊരു സദാചാര ഒരു വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടില്ല? ഇനി ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി ഒരു പെണ്ണും തമ്മിൽ വണ്ടിയിലിരുന്ന സമയത്ത് സദാചാരം പറഞ്ഞത്, അതേപോലൊരു അനുഭവം ഞങ്ങൾക്ക് രണ്ടാൾക്കും ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ 12:30-1 മണി സമയത്ത് ഏട്ടത്തിൻ്റെ മോന് ലോഡും കൊണ്ട് വരികയാണ്. ഗോഡൗൺ അടിച്ചു പോയിട്ടുണ്ട്, ലോറി കിടക്കേണ്ടി വരും ജസിത്താന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് പോയി കൂട്ടിക്കൊണ്ടുവരാവുന്ന ദൂരേ ഉള്ളൂ. ഒരു 10-12 കിലോമീറ്ററേ ഞങ്ങൾക്ക് വീട്ടിൽ നിന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നീ ലോറി കിടക്കണ്ട, നിന്നെ ഞാൻ വന്ന് കൂട്ടിയിട്ട് പോരാ. ഓന്റെ ക്ലീനറും ഉണ്ട്. ആ ചെക്കനേട്ടാ ഞാൻ കണ്ട് ബാലുശ്ശേരി പോകുമ്പോ ഓനോട് ലോകിയൊക്കെ പറഞ്ഞേ, ഞാൻ ലോകി പറഞ്ഞു എനിക്ക് ആരാ ഐഡിയ ഒന്നും ഓർമ്മയില്ല എങ്ങനെ കണ്ടെന്ന്. എന്നിട്ട് നമ്മള് എന്തൊക്കെയോ വാങ്ങിക്കില്ലേ, ബീഫ് ചില്ലി 2 പൊറാട്ട, ചിക്കൻ പൊരിച്ചത്, എന്തൊക്കെയോ സാധനം വാങ്ങിക്കും. ഞാനും വീട്ടില് ഫുഡ് വെച്ചിട്ടുണ്ടായി. വരുന്നെന്ന് കേട്ടിട്ട് ഓന് വീട്ടിലൊന്നും ഉണ്ടാവൂലെന്ന് വിചാരിച്ചു. ജസിത്ത ഞാൻ വണ്ടി എടുത്ത് ഒന്ന് പോയിട്ട് പുറത്ത് പോയിട്ട് ഇപ്പൊ വരാന്ന് ഞാൻ വിചാരിച്ചു. എന്റെ പൊന്നെ, അയ്യോ മഴ പെയ്തതാ, സ്ലിപ്പായി പോകൂലേക്കും. അപ്പൊ ഞാൻ പറഞ്ഞേ, മോനെ ഫുഡൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോന്ന് പറഞ്ഞപ്പോ ഇവനതൊന്നും കാര്യമാക്കില്ല. ഇവൻ പുറത്ത് പോയി പൊറാട്ട, എനിക്ക് മറ്റേ ബീഫ് ചില്ലി, എനിക്ക് ആട പൊരിച്ചത്, അങ്ങനെ എല്ലാം കൂടി മേടിച്ചിട്ട് വന്ന്. ഇത് കാട പൊരിച്ചതൊന്നും അല്ല, ഇപ്പൊ സംഭവം അതൊന്നുമല്ല. ഞാനും ഇവനും കൂടിയും ഇതേപോലെ ഒരു പീടികയുടെ സൈഡില് ഇവനെയും കാത്തു നിൽക്കുകയാണ്. ഒരു ബൈക്കുമ്മേൽ 2 ആള് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം ഇവന് പുറത്തിറങ്ങി സിഗരറ്റ് വലിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഡോറ് തുറന്നപ്പം അയാൾ എന്നെ കണ്ട്. അപ്പം അയാൾ ഇവൻ്റെ അടുത്ത് പോയി ചോദിച്ച് വണ്ടിയിലെ ആരാന്ന് ചോദിച്ച്. അപ്പോൾ ഇവൻ ചോദിച്ചു വണ്ടിയിൽ ആരായാലും നിങ്ങൾക്ക് എന്താന്ന് ചോദിച്ചു.
അന്നപ്പോൾക്കതേ സദാചാരം അവരുടെ ഉള്ളിൽ നിന്ന് പൊട്ടി മുളച്ചിക്ക. അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞങ്ങൾ ആരാന്നല്ല ചോദിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും ആരാണ്, നിങ്ങൾ രണ്ടുപേരും റിലേഷൻ എന്താണ്, അല്ലെ എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നത് എന്നല്ല അവർ ചോദിക്കുന്നത്. ഇവളേതാ, അവർക്ക് അത്ര മാത്രമേ അറിയണ്ടുള്ളൂ, ഇവളേതാ, അല്ലെ നീ ഒരു സമയത്ത് ഇവിടെ നിൽക്കാനുള്ള കാരണം എന്താ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, വണ്ടിക്ക് കംപ്ലൈന്റ് ഉണ്ടോ, ഒരു നോർമലി ഒരു നമ്മൾ ഒരു കുറച്ച് ഇടുങ്ങിയിട്ടുള്ള ഒരു സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ നിൽക്കുമ്പോൾ ഒക്കെ എല്ലാവരും ചോദിക്കുക വണ്ടിക്ക് എന്തോ കംപ്ലൈന്റ് ഉണ്ടോ എന്നൊക്കെ അല്ലേ ചോദിക്കുക. ഇതൊന്നും ചോദിക്കുന്നില്ല. ആകെ ചോദിക്കുന്നത് ഇവളേതാ, ഇവനാട്ട് ദേഷ്യം പിടിച്ച്. അങ്ങനെ അവിടെ നാട്ടുകാർ കൂടി ഞാൻ ഇറങ്ങി. ഞാൻ ചോദിച്ചു, നിനക്കെന്താ പ്രശ്നം, നിൻ്റെ പ്രശ്നം എന്നോട് പറ. റോട്ടുമ്മലി ഇത്ര സമയത്ത് മാത്രമേ പെണ്ണുങ്ങൾക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്ന് എവിടെയും ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല. ഞാനിവിടെ നിൽക്കുന്നുണ്ട് പബ്ലിക് പ്ലേസിൽ, സർക്കാരിൻ്റെ പിന്നെ എന്താ പറയുക റോട്ടുമ്മലാണ് നിൽക്കുന്നത്, അല്ലാതെ ആരുടെയും പീഡിയക്കൊലായിലോ ആരുടെയും വീടിൻ്റെ മുമ്പിലോ അല്ല എന്നൊക്കെ പറഞ്ഞ കേരളത്തിൽ പ്രശ്നം കേട്ടോ. കേരളത്തിൽ മാത്രം 12 കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല. സദാചാരം, ഒരാണും പെണ്ണും വണ്ടിയിലിരിക്കുമ്പോൾക്ക് സദാചാരം. ഇപ്പൊ സമയം ഞാൻ പറഞ്ഞില്ലേ, സമയം 12:53-54 സമയം. ഇത് ഞങ്ങളുടെ ഏരിയ ആണ്. ഇവിടെ ഇപ്പൊ ഞങ്ങളെ 12 മണിക്ക് എന്നല്ല 1 മണിക്ക് എന്നില്ലെങ്കിൽ നേരം വെളുക്കോളം ഇവിടെ കണ്ടാലും ആർക്കും ഒരു കുഴപ്പമില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്നതല്ലോ, എല്ലാവർക്കും അറിയുന്നതല്ല, നമ്മളെ നാടാണ്. നാട്ടിൽ തന്നെയല്ലേ എല്ലാവരും അറിയാം. അന്നപ്പോൾക്ക് ഷാനു ഇവനും പോലും അടി കൂടി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയപ്പോൾക്ക് ഷാനു ലോറിയും കൊണ്ട് വന്ന്, ഏയ് ഞാൻ വിളിച്ചിട്ട് വന്നതാ, പൊക്കോന്ന് പറഞ്ഞ് ആ ഒരു വർത്താനം മാത്രമേ ഷാനു പറഞ്ഞുള്ളൂ. പിന്നെ പഞ്ചായത്തിൽ ആരെയും കണ്ടിട്ടില്ല കേട്ടോ. കാരണം ഷാനുവിനെ കാണാൻ ഒരു അണ്ണൻ ലുക്കായി. എത്രയോ ദിവസം വണ്ടിയിൽ പോയിട്ട് ഉറക്കമൊഴിഞ്ഞ് വരിക. അപ്പോൾ ഉറക്കമൊഴിഞ്ഞ് വന്നിട്ട് ഞാൻ വിചാരിച്ച വീട്ടിലൊന്ന് കുളിച്ച് കിടന്നുറങ്ങിയ ക്ഷീണം മാറിയിട്ടോന്ന് രാവിലെ പോവാമല്ലോ എന്ന്. പക്ഷെ കിടക്കാനൊന്നും നിന്നില്ല. ഓൻ പറഞ്ഞ് കിടന്ന ജസിത്ത അല്ലോൻ്റെ കമ്പനിക്കാരൊന്നും ആക്കി കൊടുത്ത്, ജസിത്ത ഞാൻ കിടന്ന് ഉറങ്ങുക വെച്ചാൽ ആ ക്ഷീണം കൊണ്ട് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോവും. നാളെ രാവിലെ ഗോഡൗൺ തുറക്കുമ്പം ലോഡ് ഇറക്കേണ്ടതാണ്. അത് ഇറക്കിയിട്ടില്ല വെച്ചാൽ പിന്നെ അതിൻ്റെ ജോലിനെ ബാധിക്കും. ഞാൻ പോട്ടെ ജസിത്ത എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഒന്ന് റെസ്റ്റ് എടുത്ത് കുളിച്ച് റെസ്റ്റ് എടുത്ത് ഓൻ അതേപോലെ പോയി. അതാണ് മക്കളെ ഡ്രൈവർ എന്ന് പറയുന്നത്. ഊണും ഇല്ല ഉറക്കവും ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ അവരിങ്ങനെ നട്ടപ്പാതിരെ കറങ്ങാൻ പോകും. ഒന്നും വേണ്ട, ഞാനിപ്പോൾ ഒന്ന് പുറത്തിറങ്ങി നിന്നാൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. വണ്ടിക്കാരൊന്ന് അങ്ങോട്ട് പോയി ഒന്ന് ഇങ്ങോട്ട് പോയി ഒന്ന് സെർച്ച് ചെയ്യും. എന്തല്ലേ പറഞ്ഞിട്ടും കാര്യമില്ല. ദേ മോട്ടോർ വാഹന വകുപ്പ് നിർത്തിയോ? ഇല്ല, പോയി. അപ്പം അങ്ങനെയാണ് സംഭവം. ഏതായാലും കമ്പനിക്കാരനെ കാണട്ടെ, എന്നിട്ട് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് നേരെ വീട്ടിൽ പോയി ലാലി ലാലി ലോചാച്ചട്ടെ. ഓക്കെ.